2015 സംഭവം. ലിബിയയിലാണ് ഈ സംഭവം നടന്നത്. ലോകമെമ്പാടും മനുഷ്യരുടെ ഹൃദയം വല്ലാണ്ട് പിടഞ്ഞു പോയ ഒരനുഭവമായിരുന്നു അത്. ലിബിയയിലും ഈജിപ്തിലുള്ള 20ഓളം കോപ്റ്റിക് സഭയിലെ വിശ്വാസികളെ അന്ന് IS തീവ്രവാദികൾ പിടികൂടി. അവരെ പിടികൂടിയിട്ട് അവരാവശ്യപ്പെട്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ: ക്രിസ്തുവിനെതിർത്ത് സംസാരിക്കുക. ഇങ്ങനെ ക്രിസ്തുവിനെതിരെ സംസാരിക്കണം എന്നൊരാവശ്യം അവരുടെ മുമ്പിൽ ഉന്നയിച്ചപ്പോൾ അവർ വളരെ നിഷ്കളങ്കതയോട് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ: ക്രിസ്തുവിനെ എതിർത്തിട്ട് ഞങ്ങൾക്കൊന്നും നേടാനില്ല, അതിനേക്കാൾ എളുപ്പം ഞങ്ങൾക്ക് മരിക്കാനാണ്. ഇങ്ങനെ പറഞ്ഞിരുന്ന അവരെ ഈ ലോകത്തിന് മുമ്പിൽ കൊല്ലണമെന്ന് അവർ തീരുമാനിക്കുകയാണ്. ഒരു കടൽ തീരത്ത് കൊണ്ടുപോയി ഈ 20 പേരെയും മുട്ടിനുമേൽ നിർത്തി. തിരകൾ ആഞ്ഞടിക്കുന്നുണ്ട്. ഇവിടെ ശരീരത്തിലൂടെ ആഞ്ഞടിക്കുന്ന തിരമാല അവരുടെ മുമ്പിലൂടെ ഒഴുകിപ്പോകുന്നുണ്ട്. ഇതിനിടയിൽ എല്ലാവരുടെയും തലമുടിയെ പിടിച്ചിട്ട് കഴുത്തിൽ കത്തി വെച്ചിട്ട് അവർ അവസാനമായി ചോദിച്ചു: ഈ സമയമെങ്കിലും പറ, ക്രിസ്തുവിനെ എതിർത്ത് സംസാരിക്കാൻ പറ്റുമോ? 20 പേരും ഹൃദയത്തിൽ സൂക്ഷിച്ച അതേ വിശ്വാസത്തിൽ ഉറച്ചു പറഞ്ഞു: ഞങ്ങൾക്ക് ക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവമില്ല. ഇങ്ങനെ പറഞ്ഞൊരു നിമിഷത്തിൽ കത്തി കഴുത്തിനോട് ചേർത്ത് അടുപ്പിക്കുകയാണ്. 20 പേർക്കും മനസ്സിലാകുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ മരിക്കും. അടുത്ത കത്തി കഴുത്തോട് ചേരുമ്പോൾ രക്തം ഇവിടെ ഒഴുകും. അവസാന ശ്വാസമാണ് ഇപ്പോൾ ഉള്ളത്. ഈ അവസാന ശ്വാസത്തിനിടയിൽ ജീവിക്കണോ മരിക്കണോ തീരുമാനിക്കേണ്ടത് ഇവരാണ്. തിരമാലകൾ ശരീരത്ത് ആഞ്ഞടിക്കുമ്പോഴും അവസാന ശ്വാസം നിൽക്കുമ്പോൾ ഓരോ കത്തി കഴുത്തിനടുത്തോട് ചേരുമ്പോൾ അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു: കർത്താവായ യേശു ക്രിസ്തുവേ. ഒരാൾ തുടങ്ങിയ ആ വാക്കിൽ ആദ്യം അയാളുടെ കഴുത്തറുത്ത് ആ രക്തം ആ തിരമാലയിൽ ഒഴുകുകയാണ്. അങ്ങനെ 20 പേരുടെയും കഴുത്തിൽ കത്തി ചേർന്ന് പിടഞ്ഞു മരിക്കുമ്പോഴും അവസാനത്തെ വാക്കതായിരുന്നു: കർത്താവായ യേശു ക്രിസ്തുവേ. ഈ കാലഘട്ടത്തിലും ക്രൈസ്തവ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കുന്ന മനുഷ്യരുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ സംഭവം പറഞ്ഞത്. അങ്ങനെയൊന്നും കത്തോലിക്ക സഭയെ ആർക്കും തകർക്കാൻ പറ്റില്ല, തകർക്കാൻ ആർക്കും കഴിഞ്ഞിട്ടുമില്ല. 2000 വർഷങ്ങൾ കഴിയുമ്പോഴും ഇപ്പോഴും സഭയിൽ രക്തസാക്ഷിത്വമുണ്ട്. ക്രിസ്തുവിനെ പ്രാണനോളം സ്നേഹിക്കുന്ന ക്രിസ്തു ശിഷ്യന്മാരും ഈ സഭയിലുണ്ട്. അതാണ് ഈ സഭയുടെ പ്രത്യേകത. ചോര വീണാലും ക്രിസ്തുവിനെ വിടാത്ത കുറേ മനുഷ്യർ സഭയിലുണ്ട് എന്നുള്ളതാണ് സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത. രക്തസാക്ഷികളുടെ ചുടുനിണത്തിൽ ഉയർന്നു നിന്നാണല്ലോ സഭ. ആ ക്രിസ്തുവിൻ്റെ സഭയെ അങ്ങനെ കത്തി കാണിച്ചെന്നും ആർക്കും പേടിപ്പിക്കാൻ കഴിയില്ല. ഇങ്ങനെ ഓർമ്മിപ്പിച്ച് ഈ സംഭവത്തെ ധ്യാനിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ഇന്നത്തെ ഗോസ്പല് ക്രിസ്തുഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഗോസ്പലാണ്. ഒരു ക്രിസ്തുഷ്യൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന 3 ഗുണങ്ങളെക്കുറിച്ച് ഇന്ന് ഗോസ്പൽ പ്രതിപാദിക്കുന്നുണ്ട്. ഒന്ന് വിശ്വസ്തതയാണ്. ഏത് രീതിയിൽ വിശ്വസ്തനായിരിക്കണം? ആ വിശ്വസ്തത സ്നേഹത്തിൻ്റെ വിശ്വസ്തതയാണ്. പത്രോസിനോട് യേശു ചോദിക്കുന്നുണ്ടല്ലോ, മറ്റാരെക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യത്തിന് അയാൾക്ക് വ്യക്തമായ ഉത്തരവുണ്ട്. പക്ഷേ മറ്റാരെക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നുണ്ടോ ചോദിക്കുമ്പോൾ അവിടെ പ്രയോറിറ്റി ക്രിസ്തുവിന് മാത്രമാണെന്നൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് മുമ്പിലാണ് അയാൾ പറഞ്ഞത്: കർത്താവേ, നിനക്കെല്ലാം അറിയാമല്ലോ. ആ ചോദ്യം മുന്നാസ്വാദനമായി ക്രിസ്തു ഇവിടെ പറയുന്നൊരു വാക്കാണ്: എന്നെക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നെക്കാളും അധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്ന് വെച്ചാൽ ഈ രക്തബന്ധത്തിനിടയിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കുടുങ്ങി പോകുന്നുണ്ടെങ്കിൽ ആ രക്തബന്ധത്തിനേക്കാളും അപ്പുറം ഒരു ഹൃദയബന്ധത്തിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരാൾ അത് ഞാനാണ്. അങ്ങനെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് എടുക്കുമ്പോൾ ക്രിസ്തുവായിരിക്കണം മുൻഗണന എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. നിങ്ങളൊരു ദിവസം ചെയ്യുന്ന 10 കാര്യങ്ങൾ എടുത്ത് നോക്കിയേ. ആ 10 കാര്യങ്ങൾക്കിടയിൽ ക്രിസ്തു എവിടെയാണ് പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമായി മാറുന്നത്? രാവിലെ എഴുന്നേക്കുന്ന മുതൽ കിടക്കുന്നവരെയുള്ള കാര്യങ്ങളിൽ ആത്മാർത്ഥമായി ചെയ്ത ചെറിയ കാര്യങ്ങൾക്കിടയിൽ പോലും ക്രിസ്തു എത്തിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു സ്നേഹത്തിനിടയിൽ എന്തുമാത്രം വിശ്വസ്തത നമുക്ക് കാണിക്കാൻ കഴിയുന്നുണ്ട്. വെറുതെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച ഔണിക്കുറി ദിവ്യബലിക്കിടയിൽ എന്തുമാത്രം ഭക്തിയോടുകൂടി കരങ്ങൾ കുപ്പാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു സന്ധ്യാപ്രാർത്ഥനയ്ക്കിടയിൽ ഒരു കുടുംബത്തോട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന ഒരു പാരമ്പര്യത്തിനിടയിൽ ഇതെത്രമാത്രം നമുക്ക് ഒരുമിച്ചിരുന്ന് തിരുഹൃദയത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ക്രിസ്തുവിന് മുൻഗണന കൊടുക്കേണ്ട ഓരോ ഇടങ്ങളിലും ആ ക്രിസ്തുവിൻ്റെ രക്തസാക്ഷിത്വം ഈ ഭൂമിയിൽ വെറുതെ കടന്നു പോകുന്നുണ്ട്. രണ്ടാമതായിട്ട് രക്തസാക്ഷിത്വമാണ്. എന്നെപ്രതി ആരെങ്കിലും സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തും. ഈ ഭൂമിയിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൻ നഷ്ടപ്പെടുത്തുന്നത് ചിലപ്പോൾ സമയമായിരിക്കും. സുവിശേഷപ്രതി അവൻ നഷ്ടപ്പെടുത്തുന്നത് ചില സൗഭാഗ്യങ്ങളായിരിക്കും. ഈ നഷ്ടപ്പെടുത്തുന്ന കണക്കുകൾക്കിടയിൽ നേടുന്ന കണക്കുകളുടെ ഒരു ബോധ്യം ഓരോ ക്രിസ്ത്യനും പറയാനുണ്ടാകും. എന്താണ് രക്തസാക്ഷിത്വം? അത് രക്തം ചിന്തതുകൊണ്ട് മാത്രം ഒരു രക്തസാക്ഷിത്വമാകണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ക്രിസ്തുവിന് മുൻഗണന കൊടുക്കാൻ വേണ്ടി എന്തൊക്കെയാണോ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്, എന്തൊക്കെയാണോ
ത്യാഗം സഹിച്ചിട്ടുള്ളത് അതിൻ്റെ കണക്കുകൾ രക്തസാക്ഷിത്വത്തിൽപ്പെടും. ഒരൊറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ, എന്താണ് ഇക്കാലം അത്രയും ജീവിച്ചിട്ട് ക്രിസ്തുവിന് വേണ്ടി നഷ്ടപ്പെടുത്തിയത്? ക്രിസ്തുവിന് വേണ്ടി വേണ്ടാന്ന് വയ്ക്കാൻ തയ്യാറായത്? എന്താണ് ക്രിസ്തുവിന് വേണ്ടി വേണമെന്ന് വയ്ക്കാൻ തയ്യാറായത്? ഇങ്ങനെ ഒരു ദൈനംദിന ജീവിതത്തിനിടയിൽ ക്രിസ്തുവിനെ പ്രതി ചില കാര്യങ്ങൾ വേണമെന്നൊക്കെ വയ്ക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് രക്തസാക്ഷിത്വം. മൂന്നാമതായിട്ട് പ്രതിഫലമാണ്. തീർച്ചയായിട്ടും ക്രിസ്തുവിന് വേണ്ടി ഒരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, ആ ജീവിതത്തിൻ്റെ പേരിൽ തന്നെ ഒരു പാത്രം വെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ ആ പ്രതിഫലം തീർച്ചയായിട്ടും മറ്റേ ആൾക്കുണ്ടാവും. ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് കേട്ടിട്ടില്ലേ? ഭൂമിയുടെ ഒരറ്റത്ത് ഒരു ചിത്രശലഭം ചിറകടിക്കുമ്പോൾ ഭൂമിയുടെ മറ്റേ അറ്റത്ത് വലിയൊരു ഭൂകമ്പം പോലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരാൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ഒരാൾക്ക് നീട്ടുന്ന ഒരു പാത്രം വെള്ളത്തിന് പോലും ദൈവം സ്വർഗത്ത് നിന്ന് കരുതി വയ്ക്കുന്ന അനേകം അനുഗ്രഹങ്ങളുണ്ടാവും. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിൽ ആരെങ്കിലും നീട്ടുന്ന സ്നേഹത്തിൻ്റെ കരങ്ങൾക്കിടയിൽ ദൈവം കരുതി വയ്ക്കുന്ന ചില അനുഗ്രഹങ്ങളുണ്ട്. ഈ അനുഗ്രഹങ്ങൾ കൂടി ഒരു ക്രിസ്തു ശിഷ്യനിലൂടെ ലഭിക്കുന്ന ചില നന്മകളും അനുഗ്രഹങ്ങളുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഞായറാഴ്ച ഒരു ക്രിസ്തു ശിഷ്യൻ ജീവിക്കേണ്ട നിലപാടുകളുടെയും ശരികളുടെയും കണക്കുകളാണ്. നമ്മൾ ഒരു ദേവാലയത്തിനു മുമ്പിൽ കരം കൂപ്പുന്ന നിമിഷം മാത്രമല്ല നമ്മളെ ക്രിസ്തു ശിഷ്യരാക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുന്ന മുതൽ കിടക്കുന്നവരെ ക്രിസ്തുവിനെ ഓർമ്മയിൽ ജീവിക്കുക എന്നുള്ളത് കൂടി ഈ ജീവിതത്തിനെ അർത്ഥമാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തു ശിഷ്യനായി നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? സ്നേഹത്തിൽ വിശ്വസ്തരായിരുന്നുകൊണ്ട് ഓരോ ദൈനംദിന ജീവിതത്തിൻ്റെയും രക്തസാക്ഷിത്വം വഹിച്ചുകൊണ്ടും മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മളും സ്വർഗരാജ്യത്തു നിന്ന് അകലെയല്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.